ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട്. ഞാനിന്ന് കഴിഞ്ഞ ഒരു 100 എപ്പിസോഡ് മുന്നേ പറഞ്ഞിരുന്നു, ഒരു താമരയുടെ വിത്ത് കൊണ്ടുവന്നിട്ട് അതെങ്ങനെ വീണ്ടും താമരയായിട്ട് പുനർജനിക്കുന്നു എന്ന ആ ഒരു പ്രക്രിയ, അതിലെ ചില ഘട്ടം നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബൗളാണ്. ആ ബൗളിന് ഉള്ളിൽ നമ്മൾ കാണുന്നത് ഒരു താമര വിത്താണ്. താമരയുടെ വിത്ത് ഞാനിങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി ഇട്ട് കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്നും ഒരു മുള രൂപപ്പെടുകയും അത് 2-3 മുളകളായിട്ട് വരികയും ചെയ്യും. പിന്നീട് അത് താമരയുടെ വലിയ ഇലകളായിട്ട് രൂപം കൊള്ളുക എന്ന ഒരു പ്രക്രിയയാണ് പിന്നീട് നടക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയ്ക്കും ആധികാരികമായിട്ട് ഈ വിത്തിനെ കുറിച്ച് പറയുവാനുള്ള കാരണം, ഞാനത് മുന്നേ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൻ്റെ തുടർച്ചയാണ്. അതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. നമ്മൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയും, പക്ഷെ അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അതായത് ആ ഒരു താമരയുടെ വിത്ത് മുളച്ച് അതിന് ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ അവസ്ഥ ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ ബൗളിൽ നമ്മൾ 2 ഗപ്പികളെ കൂടി ഇട്ടിട്ടുണ്ട്. കാരണം താമര പൂവായിട്ട് പെട്ടെന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ താമര വളർന്നു വരണം നോക്കാൻ വേണ്ടിയിട്ട് 2 ഗപ്പിക്കുട്ടികളെ കൂടി അതിലിട്ടിട്ടുണ്ട്. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ മറ്റൊരു ഫൈറ്ററാണ്. ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിളായിട്ടാണ് ആള് വളരുകയുള്ളൂ. മറ്റു മീനുകൾ ഫൈറ്ററിലേക്ക് നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ അവരതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ ഭക്ഷണമാക്കി കളയും, അല്ലെങ്കിൽ അവർ വെറുതെ. അതാണ് ആ മീന് ഫൈറ്റർ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇത് വീട്ടിലെ ചെറിയ പഴയ ചെടിച്ചട്ടികളിൽ ചെടികൾ ഉണ്ടായി വരുന്ന ആ ഒരു ഭാഗം കൂടിയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നിൽ കാണുന്നത് ഡെസ്മോഡിയമാണ്. അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് വീട്ടിലെ ഊട്ടിയിൽ നിന്നും അങ്ങനെ പ്രോഗ്രാമുകൾ കുറവാണ്. ഏകാദശി, അതുപോലെ തന്നെ വിളക്കുകൾ, അതുപോലെ തന്നെ പെരുന്നാളുകൾ, അതുപോലെ തന്നെ സ്കൂൾ കായികമേളകൾ, കലോത്സവങ്ങളൊക്കെ എടുത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ നമുക്ക് ഈ പ്രോഗ്രാം, നമ്മുടെ വീട്ടിലത്തെ പ്രോഗ്രാമുകൾ കാണിക്കാനുള്ള സമയങ്ങൾ കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇടുകയാണ്. നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി എവിടം വരെ എത്തി എന്ന് നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇതൊരു പ്രകടപ്രസംഗമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രസംഗങ്ങളായിട്ടോ നിങ്ങൾ കാണരുത്. എന്നോട് ചില ആളുകൾ പറയുന്ന പോലെ വ്യക്തവും ശക്തവുമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ മാത്രമേ, ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, കോട്ടയം, കന്യാകുമാരി, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ എന്നുള്ള ജില്ലക്കാർക്കും കൂടി അറിയണമെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ മാത്രം സംസാരിച്ചാൽ ശരിയാവില്ല എന്നും കൂടി പലരും എന്നോട് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഷ അത്രയ്ക്ക് മോശം ഭാഷയല്ല എങ്കിൽ തന്നെയും മറ്റുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ പറയുമ്പോൾ അക്ഷരവടിവൊത്ത് സംസാരിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്ക രീതിയിൽ പറ്റാതെ വരികയും അവർ ആ വിഷയം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ആ വർക്ക് ഫെയിൽഡായി എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട്
ഞാൻ ഈ താമരയുടെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തന്നെ ഈ ബൗളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു താമര പോലത്തെ ഒരു ഇതിലാണ്. സംഗതി ഇതുപോലെയൊക്കെ നമ്മൾ ഓട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും കുൽസിത ശ്രമങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് പണം കൊടുത്ത് മേടിക്കുക എന്ന ഒരു പതിവ് എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ശീലങ്ങളിൽ ഒന്നാണ്. ഇത് രാത്രി ആയതിൻ്റെ വീഡിയോ ആണ്. ഈ രാത്രിയിൽ കാണുന്ന ആ ഒരു പശ്ചാത്തലം കുറച്ചും കൂടി നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ പോലെ തന്നെ നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടും വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രി കാഴ്ചകൾ കാണുമ്പോൾ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം, കോമഡി ഷോ ഇതിനിടയ്ക്ക് വെള്ളി, ശനി, ഞായർ മാറ്റിനിയിൽ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല, തരപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏതെങ്കിലും ചില ദിവസങ്ങളിൽ അത് വേണം എന്ന് പറഞ്ഞ് 10,000 പേരൊന്നും എന്നെ വിളിച്ചില്ല. 1-2 പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സോളമൻ ചേട്ടൻ ആ പ്രോഗ്രാം ഒന്നും കൂടി കയറ്റി കൊണ്ടുവരണം, കാരണം അത് നല്ല ഒരു പരിപാടിയായിട്ട് വരുന്നുണ്ട്, ഒരു ബിഗ് സ്ക്രീനിലൊക്കെ ചെയ്ത് കാണുമ്പോൾ അത് നന്നായിട്ട് തോന്നുന്നുണ്ട് എന്ന് 2 പേര് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു. ഞാനിപ്പോൾ വല്ലാണ്ട് തള്ളിയിട്ട് കാര്യമില്ല, കാരണം തള്ളു കൊള്ളുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തള്ളിയിട്ട് കാര്യമില്ല. അപ്പോൾ 10,000 പേര് വിളിച്ചു, 20,000 പേര് വിളിച്ചു എന്ന് പറയുവാൻ ഞാൻ ആളല്ല. 2 പേര് വിളിച്ചിട്ട് പറഞ്ഞ ആ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ആ പ്രോഗ്രാം ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ 1-2 ഗാനങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പാത്രം മോറിയാലും സോളമന് പരസ്യം കിട്ടും എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സോളമൻ്റെ പാത്രം മോറൽ എല്ലാവരും ആ മോറണ പോലെയല്ല പാത്രം മോറിയത്. അല്ലെങ്കിൽ സോളമൻ വണ്ടിയിൽ പോകുമ്പോൾ ഒരു ഗാനം ആലപിച്ചപ്പോൾ അതിനും പരസ്യം കിട്ടിയില്ലോ എന്നുള്ള വാക്കുകളൊക്കെ എനിക്ക് കൂടുതൽ ഊർജം പകരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നുവന്ന ആ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.